രക്ഷകൻ വീണ്ടും വരാ. മമ്മി ഇതെന്നാ? ഇത് മുഴുവൻ വെളുത്തുള്ളിയാണല്ലോ. ഇതെന്തിനാ ഇത്ര പൊടിച്ചു കൂട്ടുന്നത് മമ്മി? അതെ, എനിക്ക് മനസ്സിലായി, ഇത് അച്ചാറിടാനല്ലേ. ഇനി എന്നും കഞ്ഞിക്ക് അച്ചാറായിരിക്കും. ചേട്ടായി മേടിച്ചോണ്ട് വന്നതായിരിക്കും ഇത് മുഴുവൻ. അല്ലേലും 3 കിലോ 100 പറഞ്ഞ് മിറ്റിൽ വിൽക്കാൻ വെച്ചാലും പുള്ളി അത് പോയി മേടിച്ചോണ്ട് വരും. തന്നതാ ഇന്ന് തിന്നണ്ടാ മതി, എനിക്കൊന്നും വേണ്ട കേട്ടോ. മമ്മി എനിക്കൊന്നും അച്ചാറൊന്നും ഇട്ടേക്കല്ലോ കേട്ടോ എന്റെ ചോറിലോ. ഇവന്മാരെ നീ കിടന്ന് കാണിക്കുന്നേ? നിന്നെ ഞാൻ ഇന്ന് അത്രയ്ക്ക് വലിയ ആളാണ്. ഞാൻ അത്രയ്ക്ക് വലിയ ആളല്ലടോ. തന്നെ ഞാൻ കടിച്ചു പറിക്കണോ? എടാ നിന്നെ ഞാൻ നിങ്ങോട്ട് മാറിക്കണം. നീ ആ മീൻ വറുത്തെടുത്ത് എന്നിട്ട് നീ എന്റെ പേര് പറഞ്ഞല്ലടാ. നിർത്തി കിട്ടവൻ ഇങ്ങോട്ട് വാടാ. ഡിഷൻ 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 ഡിഷൻ. പപ്പി നീ ഇതിലിടപെടണ്ട. ഇവനെ ഞാൻ ഇന്ന് ശരിയാക്കൂടാ. നീ അവിടെ കിടക്കടാ. നീ നോക്കിക്കോട്ടെ പപ്പി, ഇവനെ ഞാൻ ഇന്ന് മപ്പാസാക്കും. എടാ വരങ്ങ. നിനക്കെന്നെ അറിയത്തില്ല, നിക്കടാ അവിടെ. നിനക്ക് ഈടായിട്ട് ഒട്ടും ശ്രദ്ധയില്ല കേട്ടോ. തലയൊക്കെ വൃത്തിയായിട്ട് വെക്കണ്ടേ? ഞാൻ തീർത്ത് വരാം. തലയൊക്കെ നമ്മൾ വൃത്തിയായിട്ട് വെച്ചില്ലെങ്കിലേ ഫംഗസ് വരും. എന്റെ ഒരു പോലെ ആയിപ്പോ. കൊച്ചു സൂക്ഷിച്ചൊക്കെ ഇരിക്കണം കേട്ടോ. ഞാനൊന്ന് വൃത്തിയാക്കട്ടെ. ഇവിടെ ആര് വഴക്കുണ്ടാക്കിയെന്ന് നീ പറയുന്നത്? പോടാ നുണയാ. അതെ, ശരിക്കും നുണ തന്നെയാ. ഞാൻ എന്നോട് തന്നെ വഴക്കുണ്ടാക്കിയപ്പം എന്നെ എന്നിൽ നിന്ന് രക്ഷിക്കാൻ ഞാൻ ചേട്ടായിനെ വിളിച്ചു. അത്രേ ഉള്ളൂ. ചേട്ടായി പുറത്തു പോണം, പെട്ടെന്ന് വാ. അവളുടെ ഒരു അലർച്ച. ആ ലോറ ഇപ്പൊ വരാം. ലോറയല്ല ഇവള്, ലോറി, പാണ്ടി ലോറി. നമ്മുടെ ലോറയ്ക്ക് ഇച്ചിരി പ്രായമായെങ്കിൽ അവളെ ട്രെയിനിങ് തുടങ്ങിയാലോന്നൊരു ആലോചന. ഞാൻ അതിന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ നെറ്റിൽ നോക്കി പഠിക്കുമായിരുന്നു. എടാ നിങ്ങളെ ട്രെയിൻ ചെയ്ത പോലെ അല്ലല്ലോ, അവളൊരു ബ്രിട്ടീഷ് ബ്രീഡ് അല്ലേ. ലാബ്രഡോർ റിട്രീവർ എന്നൊക്കെ പറഞ്ഞാൽ ബ്രിട്ടീഷിന്റെ ഒരു ഫേമസ് ബ്രീഡാണ്. ഫോറിൻ ബ്രീഡാ. ലോക്കൽ രീതിയിലുള്ള ട്രെയിനിങ്ങുകളൊക്കെ നിങ്ങൾക്കൊക്കെ പറ്റുള്ളൂ. അവള് ഇച്ചിരി സ്റ്റാൻഡേർഡ് രീതിയിൽ വേണമല്ലോ, അതുകൊണ്ട് ഞാൻ പഠിച്ചിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. എടാ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ലോ കേട്ടോ. നീ അങ്ങനെ എല്ലാ ബ്രീഡും നല്ലതാണ്, പക്ഷേ ഈ ലാബ്രഡോർ റിട്രീവറിന് ഒരു പ്രത്യേകത എന്നാ അറിയോ? അവർക്ക് ഭയങ്കര ബുദ്ധിയാണ്, കൂർമ്മ ശക്തിയാണ്, ബുദ്ധിശക്തി. നിനക്കറിയോ ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യ കീഴടക്കാൻ വേണ്ടി വന്നപ്പോൾ തന്നെ ഈ പട്ടീനെ കൊണ്ട് വന്നത് എന്തിനാണെന്നറിയോ? ഞാനൊന്ന് ലോറ കൊണ്ട് നടക്കാൻ പോട്ടെ. നോ കണ്ണോടാ, ഇംഗ്ലീഷിൽ പറഞ്ഞ അവൾ ഇരുന്ന കണ്ടോ? അതാണ് ഫോറിൻ ബ്രീഡിന്റെ ഒരു ഗുണം. അവൾ കാര്യം ചാട്ടമൊക്കെ ഉണ്ടെങ്കിൽ ട്രെയിൻ ചെയ്തെടുത്താൽ മതിയെന്നേ. നോ ലോറ കണ്ടോ, അത്രയും കേസേ നോ ലോറ. എനിക്കിപ്പോ ഇച്ചിരിയുടെ പൊക്കം വെച്ചു കേട്ടോ. ഇങ്ങനെയാണെങ്കിൽ ആ കോടൊന്ന് മാറ്റേണ്ട വരും. പപ്പിച്ചേട്ടായി കണ്ടോ, എനിക്കും എന്റെ പൊക്കം വെച്ച്. പപ്പിച്ചേട്ടായിക്ക് എന്റെ പൊക്കം വെക്കാതെ.
ഇങ്ങനെ കുഞ്ഞായിട്ടിരുന്നാ മതി എപ്പോഴും. ചെറുതൊക്കെ വലുതാകാനേ. മതിടാ, പൊക്കമൊക്കെ നല്ലതാ. പിന്നെ ഈ ഏറ്റവും പൊക്കമുള്ള കൊന്നത്തെങ്ങിട്ടായിരിക്കട്ടോ ആദ്യത്തെ ഇടി വെട്ടുന്നേ. എന്റെ പൊന്നെ, ഞാനൊരു തമാശ പറഞ്ഞതാ. കരുനാഗെടുത്ത് വളയ്ക്കല്ലേ. ഇപ്പൊ ഒരു പാർട്ടി ലാബ്രഡോറിനെ വിളിക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്. നമ്മളൊക്കെ ലോക്കല് പോയവരെ കാണുന്ന ചേട്ടായില്ല കരയുന്നത്. ആ പടപ്പള്ള നിങ്ങളെ വലിച്ചു വീഴ്ചേന് ഞാൻ എന്താ ചെയ്തേ? എന്നായിരുന്നു ശരിക്കും സംഭവം? അവിടെ ചെന്നപ്പോ കോഴി പേടിച്ചോടി. അയ്യോടാ, കോഴീനെ കണ്ട് പേടിച്ചോടിയതാണോ ലാബ്രഡോറ്? സാരമില്ല കേട്ടോ. ബ്രിട്ടീഷാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചേട്ടായി. കോഴീനെ കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ എന്നാ ചെയ്യും? അയ്യോ, ബ്ലഡ് വരും നിക്കാൻ വേണ്ടിട്ട് വെച്ചാ. ഇച്ചിരി എണ്ണ ഒഴിച്ച് കത്തിച്ചാലോ? ബ്രിട്ടീഷ് ആണത്ര, ബ്രിട്ടീഷ്. മമ്മി, ആ ബ്രിട്ടീഷ് പിന്നതേലും കുറച്ചും കൊടുക്കൂ. വേണ്ട. പിന്നെ ചേട്ടായി, ചേട്ടയുടെ സൗണ്ട് ഇപ്പൊ കറക്റ്റ് സിനിമയുടെ മധുവിന്റെ കൂട്ടാട്ടോ. നീ പോടോ, ഈ പേപ്പർ അവിടെ സ്ഥിരം വെച്ചാലോ? നീ പോടോ പൊട്ടി. ഇപ്പൊ പക്ക പെർഫെക്റ്റ്. സാരമില്ല കേട്ടോ. ഇങ്ങതാ, ഞാൻ വേറെ ടിഷ്യൂ എടുത്തോണ്ട് വരാം. നല്ല ലോക്കൽ ടിഷ്യൂ. വാങ്ങില്ലേ? ഷൂട്ടിങ്ങിന് വരുന്ന പൊട്ടു വരുന്നടാ. ബ്ലഡ് അങ്ങനെ കാണത്തില്ല. No.